ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് അഡ്വാൻസ്ഡ് സർവേ. അപ്പോൾ നമ്മൾ സർവേയിങ്ങിലെ കുറേ ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സും കുറേ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് അഡ്വാൻസ്ഡ് സർവേയിങ് എന്നുള്ള ടോപ്പിക്. PSC റീസെൻ്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന ഒന്ന് രണ്ട് ടോപ്പിക്സ് ആണ് GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ടോട്ടൽ സ്റ്റേഷൻ. നമുക്കറിയാം, ഈ അടുത്ത് കഴിഞ്ഞ ഒട്ടുമിക്ക എക്സാമിനും ടോട്ടൽ സ്റ്റേഷനിൽ നിന്ന് കുറേയേറെ ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അതൊരു റീസെൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയാണ്. നമുക്കത് നേരത്തെ ഇപ്പോഴത്തെ ബിടെക്കാർക്ക് അത് പഠിക്കാനുണ്ട്, പക്ഷെ നേരത്തെ പഠിച്ചിറങ്ങിയവർക്ക് അങ്ങനെ ഒരു ടോപ്പിക് ഇല്ല. ജസ്റ്റ് അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ എന്താണ് GPS, എന്താണ് GPS-ന്റെ വർക്കിംഗ്, എന്താണ് നമ്മുടെ ടോട്ടൽ സ്റ്റേഷൻ എന്നുള്ളത്, അതിനെക്കുറിച്ചുള്ള ബ്രീഫായിട്ട് നമുക്ക് PSC ഓറിയന്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അഡ്വാൻസ്ഡ് സർവേയിങ്ങിൻ്റെ അകത്ത് നിങ്ങൾ പുതിയ കുറച്ച് ടേംസ് ഒക്കെയാണ് കേൾക്കാൻ പോകുന്നത്. മറ്റേ നമ്മളെ നോർമൽ സർവേയിങ് അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സർവേ, എഞ്ചിനീയറിംഗ് സർവേ നമ്മൾ പഠിച്ചപ്പോഴത്തേക്കും കുറെ ഇൻസ്ട്രുമെന്റ്സ്, അതിന്റെ യൂസസ് എന്തായിരുന്നു, പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഇതൊരു റീസെൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ടെക്നോളജീസ് ആണ് നമ്മുടെ അഡ്വാൻസ് സർവേയിങ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസും അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അഡ്വാൻസ് സർവേയിങ് എന്നുള്ള ടോപ്പിക്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് GPS അല്ലെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടേംസ് ആണ് GPS എന്നുള്ളത്, അല്ലേ? നമ്മുടെ മൊബൈലിൽ തന്നെ GPS-ന്റെ ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെ എല്ലാവരുടെയും സ്മാർട്ട് ഫോണിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിലുള്ളതാണ് GPS എന്നുള്ളത്. അപ്പോൾ GPS-ന്റെ ഫുൾ ഫോം എന്നുള്ളത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ്. അപ്പോൾ ഈ GPS നമുക്കറിയാം, നമ്മുടെ മൊബൈലിൽ തന്നെ നമ്മൾ ഈ നാവിഗേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ ലൊക്കേഷൻ അടിച്ചു കൊടുക്കുമ്പോൾ അത് GPS ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ GPS എന്നുള്ള സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ ഒരു കൺട്രോളിംഗ് പാത്ത് എന്നുള്ളത് നമ്മുടെ സാറ്റലൈറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 24 സാറ്റലൈറ്റ്, 24 സാറ്റലൈറ്റ് ആണ് നമ്മൾ GPS-ന്റെ ഫംഗ്ഷന് വേണ്ടിയുള്ളത്. ഒരു 5 സ്പെയർ GPS-ഉം കൂടെ നമുക്ക് സാറ്റലൈറ്റ്, അല്ലെങ്കിൽ ഒരു 5 GPS സാറ്റലൈറ്റും കൂടെ നമുക്ക് ഒരു സ്പെയർ ആയിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മുടെ എർത്തിൻ്റെ, നമുക്കിവിടെ ഒരു ഫിഗർ കണ്ടോ, ഇതിൻ്റെ അകത്ത് നമ്മുടെ ഒരു സാറ്റലൈറ്റിൻ്റെ റിവോൾവ് ചെയ്യുന്ന പാത്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ 2 പാത്താണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ 6 ഡിവിഷൻ ഉണ്ട്. ഇങ്ങനെ 6 പാത്തിൽ കൂടെ, അല്ലെങ്കിൽ ഇതിൻ്റെ പേര് നമ്മുടെ ആ സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്ന പാത്തിനെ വിളിക്കുന്ന പേര് ഓർബിറ്റ് എന്നാണ്. അതേപോലെ ഒരു 6 ഒരു ഡിവിഷൻസ് കാണും. അങ്ങനെ ഓരോ ഡിവിഷനിലും 4 സാറ്റലൈറ്റ് വെച്ചാണ് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണ് 6 × 4 24 സാറ്റലൈറ്റ് വരുന്നത്. ഇതിന് അടുത്ത് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഈ ഓരോ ഇതും 55 ഡിഗ്രി ടു ദി ഇക്വേറ്റർ, നമ്മുടെ ഇക്വേറ്റർ, അതായത് നമ്മുടെ ഭൂമധ്യ രേഖയിൽ നിന്ന് ഏകദേശം 55 ഡിഗ്രി ആ ഒരു സ്ലോപ്പിൽ അല്ലെങ്കിൽ ഇൻക്ലിനേഷനാണ് നമ്മുടെ സാറ്റലൈറ്റും കാര്യങ്ങളും നിൽക്കുന്നത്. ഓക്കെ, അപ്പം GPS എന്നുള്ളത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ്, അതിൻ്റെ അബ്രിവേഷനാണ് GPS എന്നുള്ളത്. ഇവിടെ 24 സാറ്റലൈറ്റ് ആണുള്ളത്. ഒരു 5 സ്പെയർ GPS സാറ്റലൈറ്റും കാണും. ഇത് 6 ഡിവിഷൻ ഉണ്ട്. ഓരോ ഡിവിഷനിലും 4 സാറ്റലൈറ്റ് വെച്ചാണ്. ഓരോന്നും 55 ഡിഗ്രി ടു ഇക്വേറ്റർ ആണ്. ഇക്വേറ്ററിനോട് 55 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് അത് നിൽക്കുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ടേംസ് ഓർത്തിരുന്നോണം. ഫസ്റ്റ് പറയുമ്പോൾ അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്, അത് എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്. അബൌട്ട് ഒരു 20,200 കിലോമീറ്റർ ആണ് അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്. നമ്മുടെ എർത്ത് സർഫസിൽ നിന്ന് ഏകദേശം ഒരു 20,200 കിലോമീറ്റർ ഹൈറ്റിലാണ് നമ്മുടെ ജനറലി സാറ്റലൈറ്റ് ഒക്കെ നിൽക്കുന്നത്. ഇനി അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിൻ്റെ പേര്, ജസ്റ്റ് ആ പേര് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, ട്രൈലാറ്ററേഷൻ. ഓക്കെ, അതാണ് നമ്മുടെ GPS-ന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇനി ഏകദേശം ഇതിൻ്റെ ഒരു ഡിസൈൻ ലൈഫ് എന്നുള്ള അപ്രോക്സിമറ്റ്ലി 12 years ആണ് പറയുന്നത്. എന്നാലും 12 years പറഞ്ഞാൽ അതിൽ കൂടുതൽ വർഷം ഇതിൻ്റെ ലൈഫ് ഉണ്ട്. ആ രീതിയിലൊക്കെയാണ് നമ്മളിപ്പോൾ മോഡേൺ ആയിട്ട് നമ്മൾ എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. ഏകദേശം ഇതിൻ്റെ വെയിറ്റ് എന്നുള്ളത് ഏകദേശം ഒരു 2000 pounds ആയിരിക്കും. ഓക്കെ, ഈ സാറ്റലൈറ്റിൻ്റെ. ഇനി എന്താണ് സാറ്റലൈറ്റ്, അല്ലെങ്കിൽ ഈ സാറ്റലൈറ്റ് എന്നുള്ള ഒരു നാവിഗേഷൻ സിസ്റ്റം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സാറ്റലൈറ്റിൻ്റെ പേരാണ് നാവ്സാറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ NNSS എന്ന് പറയും, അല്ലെങ്കിൽ നേവി നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. അപ്പോൾ ഈ സാറ്റലൈറ്റ് സിസ്റ്റം ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ US ആർമിക്കാരാണ്. അവരവരുടെ ഒരു ആർമി പർപ്പസിന് വേണ്ടിയാണ് ഈ സാറ്റലൈറ്റ് അല്ലെങ്കിൽ GPS എന്നുള്ള സാധനം ആദ്യം ഡെവലപ്പ് ചെയ്തത്.
പിന്നീട് ഇവരെന്താണ് വേൾഡിലേക്ക് ഇത് ഓപ്പൺ ടു വേൾഡ് ആക്കുമായിരുന്നു, മൊത്തത്തിലേക്ക് എന്താണ് ഇത് തുറന്നു കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പൊ ആദ്യം അവരുടെ ഒരു എന്താണ് പ്രൈവറ്റ് എന്ന് വേണമെങ്കിൽ പറയായിരുന്നു, അവരുടെ ആ ഒരു മിലിറ്ററി പർപ്പസിന് വേണ്ടിയാണ് ആദ്യം അവർ എന്ത് ചെയ്തത്, സാറ്റലൈറ്റും നമ്മുടെ GPS സിസ്റ്റം ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീടാണ് എന്താണ് അത് എല്ലാ മേഖലകളിലേക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും അത് ഓപ്പൺ ചെയ്ത് തുടങ്ങിയത്, അല്ലെങ്കിൽ അത് ഓപ്പൺ ആക്കി കൊടുത്തത്. ഇനി ഫസ്റ്റ് GPS ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ കൺട്രോളിങ് സർവേയിങ്. ഈ സർവേയിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് GPS ഇൻസ്ട്രുമെന്റ് പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, മൈക്രോമീറ്റർ V1000 എന്നാണ് അതിന്റെ പേര്. ഓക്കെ, ഇനി ഒന്ന് രണ്ട് ഇതിന്റെ നമ്മുടെ ആ സാറ്റലൈറ്റിന് ഒന്ന് രണ്ട് പാർട്സും അല്ലെങ്കിൽ GPS സിസ്റ്റത്തിന്റെ സെഗ്മെന്റ്സ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, GPS-ൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വളരെ വിരളമായിട്ടേ ചോദിച്ചിട്ടുള്ളൂ, അധികം ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇത് പ്രതീക്ഷിക്കാം, എന്താണ് കോമ്പറ്റീഷനൊക്കെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പം ഏത് പോർഷൻ നമുക്കറിയാം, സിലബസിന് അവസാനം അവർ എന്താണ് ഒരു സെന്റൻസ് തന്നെ പറയുന്നുണ്ട്, ഈ മുകളിൽ പറഞ്ഞത് കൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഇതും നമ്മളെ സർവേയിങ്ങിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഓക്കെ, അതുകൊണ്ട് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ട് പോവാം. GPS അങ്ങനെ അധികം അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോട്ടൽ സ്റ്റേഷൻ, അതിപ്പോൾ ഒരു 2-3 എക്സാമ്പിൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് നമുക്കിനി പ്രതീക്ഷിക്കാത്ത ഒരു ടോപ്പിക്കാണ് GPS-ഉം സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ GPS സിസ്റ്റത്തിന് അല്ലെങ്കിൽ സാറ്റലൈറ്റിന് 3 സെഗ്മെന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ കൺട്രോൾ സെഗ്മെന്റ്സ്, സെക്കൻഡ് വൺ സ്പേസ് സെഗ്മെന്റ്സ്, തേർഡ് വൺ യൂസർ സെഗ്മെന്റ്സ്. അപ്പൊ ഇത് ഈ ഒരു 3 സെഗ്മെന്റ്സിന്റെ എന്താണ് ഒരു കോമ്പിനേഷനിലാണ് നമ്മുടെ എന്താണ് GPS സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതിനി എങ്ങനെയാണെന്നാണ് നമ്മൾ ഇതിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഉള്ളത് സ്പേസ് സെഗ്മെന്റ് ആണ്. അപ്പൊ ഈ സ്പേസ് സെഗ്മെന്റ് എന്നുള്ളത് സ്പേസിലുള്ള ഒരു പാർട്ട്, അവിടെ നിന്ന് വെച്ചാൽ നമ്മുടെ സാറ്റലൈറ്റ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ സാറ്റലൈറ്റിൽ നിന്ന് ഒരു സിഗ്നൽ നമ്മുടെ എന്താണ് കൺട്രോൾ സെഗ്മെന്റ്സിലേക്ക് എത്തുന്നു. നമ്മുടെ സാറ്റലൈറ്റ് നമ്മുടെ എന്താണ് മുകളിൽ എർത്തിന്റെ ആ മുകളിൽ അല്ലെങ്കിൽ ആ നമ്മൾ പറഞ്ഞ അത്ര ആൾട്ടിറ്റ്യൂഡിലായിരിക്കും നിൽക്കുന്നത്. 20,200 കിലോമീറ്റർ എബോവ് ആണ് നമ്മുടെ സാറ്റലൈറ്റ് നിൽക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യുന്ന ഒരു സിഗ്നൽസ് നമ്മുടെ കൺട്രോൾ സെഗ്മെന്റ്സിലേക്ക് എത്തും. അപ്പൊ കൺട്രോൾ സെഗ്മെന്റ്സ് എന്നുള്ള ഒന്നുമില്ല, ഇവിടെ കുറെ മോണിറ്റർ സ്റ്റേഷൻസ് കാണും, ഒരു മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ കാണും, പിന്നെ ഗ്രൗണ്ട് ആന്റിനാസും കാണും. ഓക്കെ, അപ്പൊ ഈ ആന്റിനയുടെ ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ, എന്താണ് സിഗ്നൽസ് എല്ലാം റിസീവ് ചെയ്യുക, എന്നിട്ട് ഇത് മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു സ്റ്റേഷൻ കാണും, പിന്നെ ഒരു മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ, എന്താണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഹെഡ് ഒരു സ്റ്റേഷൻ കാണും. ഓക്കെ, ഈ മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷനിലാണ് എന്ത് നടക്കുന്നത്, ഡേറ്റ പ്രോസസ്സിംഗ് നടക്കുന്നത്. അതായത് ഈ എത്തിയ സിഗ്നലിനെ അത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഡേറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷനിലാണ്. ഓക്കെ, അപ്പൊ ഈ സ്പേസിലുള്ള സാറ്റലൈറ്റിൽ നിന്ന് നമ്മുടെ ഡേറ്റയെ അല്ലെങ്കിൽ വേവ് സിഗ്നൽ എവിടെ എത്തി, നമ്മുടെ കൺട്രോൾ സെഗ്മെന്റ്സിലേക്ക് എത്തി. ഇനി അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡേറ്റ അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് വീണ്ടും ഇത് എന്ത് ചെയ്യും, നമ്മുടെ സ്പേസ് സെഗ്മെന്റിലേക്ക് അയക്കും, അതായത് നമ്മുടെ സാറ്റലൈറ്റിലേക്ക് അയക്കും. എന്നിട്ട് സാറ്റലൈറ്റിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യും, നമ്മളിലേക്കുള്ള യൂസേഴ്സിലേക്ക് എത്തുന്നു. യൂസേഴ്സ് എന്നുള്ളത് മിലിറ്ററി ആവാം, പേഴ്സൺസ് എക്സെട്ര എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പം ഒരു ലൊക്കേഷന് വേണ്ടി ഒരു സെർച്ച് ചെയ്യുന്നു, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, മൊബൈലിൽ നിന്ന് സിഗ്നൽ നേരെ സാറ്റലൈറ്റിൽ പോകുന്നു, സാറ്റലൈറ്റിൽ നിന്ന് ഒരു മോണിറ്റർ സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ നിന്ന് എല്ലാം അനലൈസ് ചെയ്തിട്ട് വീണ്ടും ഡേറ്റ എന്താവുന്നു, സ്പേസ് സെഗ്മെന്റ് ആയ സാറ്റലൈറ്റിലേക്ക് പോകുന്നു. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആ ഡേറ്റ നമ്മുടെ യൂസേഴ്സിലും അല്ലെങ്കിൽ എന്താണ് മിലിറ്ററി പർപ്പസ് ഏത് പർപ്പസിനാണോ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നത്, ആ ഡേറ്റ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്തെന്നുള്ളത് നമ്മുടെ ഒരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ GPS-ന്റെ വർക്കിംഗ് സിസ്റ്റം എന്നുള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, നമ്മുടെ GPS സിസ്റ്റം അതിന് 3 സെഗ്മെന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ കൺട്രോൾ സെഗ്മെന്റ്സ്, സെക്കൻഡ് വൺ സ്പേസ് സെഗ്മെന്റ്സ്, തേർഡ് വൺ യൂസർ സെഗ്മെന്റ്സ്. ഇനി കുറെ രാജ്യങ്ങളുടെ സാറ്റലൈറ്റിന്റെ പേരുകളൊന്നും അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇന്ത്യയിലെ സാറ്റലൈറ്റിന്റെ പേരാണ് IRNSS എന്ന് പറയും. USA-യുടെയാണ് നാവ്സ്റ്റാർ GPS. ഈ നാവ്സ്റ്റാർ ആണ് ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത GPS. പിന്നെ റഷ്യയുടെ GPS സിസ്റ്റത്തിന്റെ പേരാണ് ഗ്ലോനാസ എന്ന് പറയും, ഗ്ലോനാസ്. യൂറോപ്പിന്റെയാണ് ഗലീലിയോ. ഓക്കെ, ജസ്റ്റ് ഈ പേരുകളൊന്നും ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ GPS സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ GPS-ആയിട്ട് ഇത്രയും ടേംസ് ബേസിക് ആയിട്ടുള്ള ഈ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്താണ്, എബൌട്ട് 24 സാറ്റലൈറ്റ് ഉണ്ട് അല്ലെ, ഒരു 6 ഡിവിഷൻ 4 സാറ്റലൈറ്റ് വെച്ചിട്ട് 55 ഡിഗ്രി ടു ദി ഇക്വേറ്റർ ആണ് അല്ലെ.
പിന്നെ നമ്മൾ അതിൻ്റെ ഓട്ടിറ്റ്യൂഡ് പറഞ്ഞ് 20,200 കിലോമീറ്റർ ആണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്നുള്ളത് ട്രയലാട്രേഷൻ ആണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 12 ഇയേഴ്സിന് വേണ്ടിയാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. വെയിറ്റ് എന്നുള്ള 2000 പൗണ്ട്സ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് എന്താണ്, സെഗ്മെന്റ്സ് ആണ്. നമ്മൾ ആ 3 സെഗ്മെന്റ്സ് ആ പേര് ഓർത്തിരിക്കണം. കൺട്രോൾ സെഗ്മെന്റ്സ്, സ്പേസ് സെഗ്മെന്റ്, യൂസർ സെഗ്മെന്റ്സ്. ഓക്കെ, ഇത് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ അടുത്ത് PSC ചോദിച്ചിട്ടുള്ള ഒരു പോർഷനാണ്. ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സർവേയിങ്ങിനകത്ത് കുറേയേറെ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് ഇതുവരെ ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മൾ ചെയിൻ തൊട്ട് അല്ലേ, റീസെന്റ് നമ്മൾ എന്താണ് ലാസ്റ്റ് നമ്മൾ മൈനർ ഇൻസ്ട്രുമെന്റ്സ് വരെ പറഞ്ഞു നിർത്തി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തൊക്കെ വന്നായിരുന്നു, നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ്, ശരിയല്ലേ, കോമ്പസ്, അങ്ങനെയൊക്കെ ഒരുപാട് ഇൻസ്ട്രുമെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടിയാണ് ആ ഇൻസ്ട്രുമെന്റ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ എല്ലാ ഇൻസ്ട്രുമെന്റ്സിന്റെയും ഫംഗ്ഷൻ ഉള്ള അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന ഒരു സിംഗിൾ യൂണിറ്റ്, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ലീനിയർ മെഷർമെന്റ്സ്, ലെങ്ത് മെഷർ ചെയ്യാം, ഏരിയ മെഷർ ചെയ്യാം, വോളിയം മെഷർ ചെയ്യാം, ആംഗിൾസ് മെഷർ ചെയ്യാം, എല്ലാം ഏത് റീഡിങ്ങും നമുക്ക് ലെവൽ, എന്താണ് ലെവൽ ഡിഫറൻസ്, കോണ്ടൂർ മാപ്പിന്റെ പ്രിപ്പറേഷൻ, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ റീസെന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്നുള്ളത് ടോട്ടൽ സ്റ്റേഷൻ എന്നുള്ളത്. ഈ ടോട്ടൽ സ്റ്റേഷന്റെ റീസെന്റ് ആയിട്ടുള്ള ഒരു വെർഷനാണ് റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയും. അതൊന്നും നമ്മുടെ റോബോട്ടും കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള, അപ്പോൾ അത് ഓട്ടോമാറ്റിക് വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി ടോട്ടൽ സ്റ്റേഷന് അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങളാണ് ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ടോട്ടൽ സ്റ്റേഷനെ കുറിച്ച് പാർട്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് പാർട്സിന്റെ പേരാണ് ജിയോട്രോണിക്സ് യൂണിക്കോം എന്ന് പറയും. അപ്പോൾ ഇതൊന്നുമില്ല, ഇതൊരു വോയിസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. ഇപ്പം നമ്മൾ സർവേ ചെയ്യുന്ന സമയത്ത് ഇൻസ്ട്രുമെന്റിലൂടെ തിരിക്കുന്നു. അപ്പോൾ ഈ നമ്മൾ ലെവൽ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ സ്റ്റേഷൻ ഉണ്ടായിരുന്നു, ലെവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെമ്പി ലെവലും ഉണ്ടായിരുന്നു, ലെവൽ സ്റ്റാഫും ഉണ്ടായിരുന്നു, ശരിയല്ലേ. ആ സ്റ്റാഫ് വെച്ച സ്റ്റേഷൻ, ആ പോയിന്റ് നമ്മൾ എന്താ വിളിച്ചത്, സ്റ്റേഷൻ എന്ന് വിളിച്ചത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ ടോട്ടൽ സ്റ്റേഷന്റെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു അക്സസറീസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രിസം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ടോട്ടൽ സ്റ്റേഷൻ ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്ന പോയിന്റും പ്രിസം ഇരിക്കുന്ന സ്റ്റേഷനും വളരെ ദൂരത്തായിരിക്കും. അപ്പോൾ ആ സർവേ ചെയ്യുന്ന ആളും അല്ലെങ്കിൽ ആ ഫോളോവറും തമ്മിൽ എന്താണ് ഡേറ്റ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കൺവേ ചെയ്യുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ വേണ്ടി അതിനുള്ള ഒരു ഇലക്ട്രോണിക് വോയിസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് അതിനെയാണ് നമ്മൾ ജിയോട്രോണിക്സ് വോയിസ് യൂണിക്കോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജിയോട്രോണിക്സ് യൂണിക്കോം എന്ന് പറയുന്നത്. നമ്മൾ വോയിസ് എന്താണ് അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണിത്. നെക്സ്റ്റ് പാർട്ടാണ് റെട്രോ റിഫ്ലക്ടർ എന്ന് പറയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാനീ പറഞ്ഞു ടോട്ടൽ സ്റ്റേഷന് പ്രിസം. ഇപ്പോൾ ടോട്ടൽ സ്റ്റേഷനിൽ നിന്ന് ഒരു വേവ്സ് പോയി പ്രിസത്തിൽ എന്താണ് കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് റീഡിങ് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രോസസ് വെച്ചാൽ ഈ വേവ്സ് പോകുമ്പോൾ പ്രിസവും ഈ ടോട്ടൽ സ്റ്റേഷനും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഇരുന്നാലല്ലേ അത് അവിടെ ചെന്ന് കോയിൻസൈഡ് ചെയ്യത്തുള്ളൂ. അപ്പം ഈ വേവ്സ് പ്രിസത്തിൽ നിന്ന് ഏകദേശം ഒരു 20 ഡിഗ്രി വരെ അകന്നു പോയാലും ഈ റിട്രോ റിഫ്ലക്ടർ എന്നുള്ള പാർട്സ് അല്ലെങ്കിൽ അതിൻ്റെ പാർട്ട് എന്ത് ചെയ്യും, ആ വേവ്സിനെ അതിലേക്ക് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്ത് നേരെ പ്രിസത്തിലേക്ക് ആക്കും. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പാർട്ടാണ് റിട്രോ റിഫ്ലക്ടർ എന്ന് പറയും. അതായത് അബ്സോർബ് റിഫ്ലക്റ്റഡ് റേസ് ഫ്രോം ദി പ്രിസം, പ്രിസത്തിൽ നിന്ന് റിഫ്ലക്ട് ചെയ്തു പോകുന്ന എത്ര ഡിഗ്രി വരെ, 20 ഡിഗ്രി വരെ റിഫ്ലക്ട് ചെയ്തു പോകുന്ന വേവ്സിനെ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്ത് നേരെ പ്രിസത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്തു, ഇപ്പം നമ്മളിപ്പോൾ ഒരു പാത്തിൽ കൂടെ പോവാം, പാത്ത് അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്യുക. അങ്ങനെ ഡൈവേർട്ട് ചെയ്യാതെ കറക്റ്റ് ആ പാത്തിൽ കൂടെ തന്നെ നമ്മളെ പോകാൻ സഹായിക്കുന്ന ഒരു പാർട്ടിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, റിട്രോ റിഫ്ലക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം 20 ഡിഗ്രി എവയിൽ വരെ റിഫ്ലക്ട് ചെയ്തു പോകുന്ന വേവ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പാർട്ടാണ് ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ് എന്നുള്ളത്. ഇതൊന്നുമില്ല, നമ്മൾ കോമ്പസ് സർവേയും പ്ലെയിൻ ടേബിളും ഒക്കെ ചെയ്ത സമയത്ത് പ്ലെയിൻ ടേബിളിലുള്ള പോയിന്റിനെ നമ്മൾ എന്താണ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു യു ഫ്രെയിമും അതിനകത്ത് പ്ലംബവും യൂസ് ചെയ്തു, ശരിയല്ലേ. അപ്പോൾ അങ്ങനെ ആ പ്ലംബവും യൂസ് ചെയ്താണ് ടേബിളിലുള്ള പോയിന്റിനെ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലെവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഡെമ്പി ലെവലിൻ്റെ താഴെ കറക്റ്റ് ആ സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആയിരുന്നു നമ്മൾ അവിടെ എന്താണ് നമ്മൾ പ്ലംബോബ് യൂസ് ചെയ്തത്.
അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആയതുകൊണ്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു പാർട്ടിനെ പേരാണ് ഒപ്റ്റിക്കൽ പ്ലംമെറ്റ്. ഇതും കറക്റ്റായിട്ട് ആ സെൻറ്ററിങ്, അതെന്താണ് ആ സ്റ്റേഷൻ അല്ലെങ്കിൽ ആ കറക്റ്റ് പർട്ടിക്കുലർ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലൈറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ലേസറാണ് ജനറലി യൂസ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ പ്ലംമെറ്റ് എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ പ്രിസൈസ് സെൻറ്ററിങ് ഇൻ ഇലക്ട്രോണിക് സർവേയിങ് ഇൻസ്ട്രുമെന്റ്സ്. അപ്പോൾ കറക്റ്റ് ഒരു എന്താണ് ആ ഇൻസ്ട്രുമെന്റ് സെൻറ്ററിൽ നേരെ വെർട്ടിക്കലി ഗ്രൗണ്ടിലേക്ക് എന്താണ് ഒരു റേസ് വന്ന് വീഴും. അപ്പോൾ റേസ് വന്ന് വീഴുന്ന പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്ത് നമുക്ക് സ്റ്റേഷനായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതൊരു പോയിന്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വണ്ണാണ് മൈക്രോ പ്രൊസസ്സർ. അപ്പോൾ ഞാനീ പറഞ്ഞു നമ്മുടെ ഈ ടോട്ടൽ സ്റ്റേഷൻ എന്നുള്ള ഒരു അഡ്വാൻസ്ഡ് വെർഷൻ ആണ്. അപ്പോൾ നമ്മളിപ്പം മറ്റ് കോമ്പസും ചെയിനും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് റീഡിങ് നമ്മൾ പേപ്പറെ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒന്നുമില്ല, ഒരു സൈറ്റിലേക്ക് സൈറ്റ് ചെയ്യുന്നു, സ്റ്റോർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, സ്റ്റോർ ചെയ്ത് ഇതെല്ലാം അതിൽ സ്റ്റോർ ചെയ്താൽ പോവുക ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഡേറ്റ എടുത്തിട്ട് നമ്മൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന പാർട്ടുണ്ട്, അടുത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സിസ്റ്റത്തിൽ ലാപ്പിലോ PC-യിലോ കുത്തി നമുക്ക് ഡേറ്റ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡേറ്റ സേവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു പാർട്ടിനെ വിളിക്കുന്ന പേരാണ് മൈക്രോ പ്രൊസസ്സർ എന്ന് പറയും. അപ്പോൾ മൈക്രോ പ്രൊസസ്സറിന്റെ ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ, സേവിങ് ഓർ സ്റ്റോറിങ് ഡേറ്റ ആൻഡ് ഹെൽപ്പ് ഇൻ ട്രാൻസ്ഫറിങ് ഇറ്റ് ഇൻ ടു ദി സിസ്റ്റം. ഡേറ്റ സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ സേവ് ചെയ്യാനോ അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ ഒക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പാർട്ടിനെ വിളിക്കുന്ന പേരാണ് മൈക്രോ പ്രൊസസ്സർ എന്ന് പറയും. നെക്സ്റ്റ് പാർട്ടാണ് ലൂമി ഗൈഡ് അല്ലെങ്കിൽ ട്രാക്ക് ലൈറ്റ് എന്ന് പറയും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. ഇതൊരു ലൈറ്റ് ഡിവൈസ് ആണ്. അപ്പോൾ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്നുള്ളത് ടു ചെക്ക് ദി പൊസിഷൻ ഓഫ് പ്രിസം. പ്രിസത്തിന്റെ പൊസിഷൻ ചെക്ക് ചെയ്യുക. പൊസിഷൻ ചെക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ചെക്ക് വെദർ ദി പ്രിസം ലൈസ് ഓൺ ദി സെയിം ലൈൻ ഓഫ് സൈറ്റ്. അതായത് കറക്റ്റ് ആ ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ആ നമ്മുടെ എന്താണ് ആ ഒരു ടെലിസ്കോപ്പിന്റെ കറക്റ്റ് സെന്ററിൽ തന്നെയാണോ നമ്മുടെ പ്രിസം നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ലൂമി ഗൈഡ് അല്ലെങ്കിൽ ട്രാക്ക് ലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ ആ പ്രിസത്തിന്റെ പൊസിഷൻ അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കിപ്പോൾ അതിനകത്തൊരു ഇതൊരു ലൈറ്റ് ഡിവൈസ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് 3 കളറാണ് ജനറലി ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വൈറ്റ് കളറാണെന്നിരിക്കട്ടെ. അപ്പോൾ വൈറ്റ് കളർ ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തോ അറിയോ, നമ്മുടെ പ്രിസം എന്നുള്ളത് നമ്മുടെ എന്താണ് കറക്റ്റ് ആ ലൈൻ ഓഫ് സൈറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ റെഡ് കളർ ആണെങ്കിലോ പ്രിസം റൈറ്റ് സൈഡിലാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിന്റെ റൈറ്റ് സൈഡിലാണ്. ഗ്രീൻ ലൈറ്റ് ആണെങ്കിലോ പ്രിസം ഓൺ ലെഫ്റ്റ് സൈറ്റ്, നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിന്റെ ലെഫ്റ്റിലാണെന്ന് വേണമെങ്കിൽ പറയും. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക എത്രയേ ഉള്ളൂ, വൈറ്റ് കളർ ആണെങ്കിൽ കറക്റ്റ് ആ ലൈൻ ഓഫ് സൈറ്റിൽ തന്നെയാണ്, റെഡ് റൈറ്റ് എന്ന് ഓർത്തിരുന്നാൽ മതി, റൈറ്റ് സൈഡിലായിരിക്കും, ഗ്രീൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്താണ് ആ ഒരു പ്രിസത്തിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ചെക്ക് വെദർ ദി പ്രിസം ഇസ് ലൈസ് ഓൺ ദി സെയിം ലൈൻ ഓഫ് സൈറ്റ്, സെയിം ലൈൻ ഓഫ് സൈറ്റിൽ തന്നെയാണോ പ്രിസം കിടക്കുന്നതിന് വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഒരു പാർട്ടാണ് നമ്മൾ ലൂമി ഗൈഡ് അല്ലെങ്കിൽ ട്രാക്ക് ലൈറ്റ് സിസ്റ്റം എന്ന് പറയും. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, നമ്മുടെ ഓരോ ഇൻസ്ട്രുമെന്റിനും പല പല ലീസ്റ്റ് കൗണ്ട് ഉണ്ട് അല്ലേ. ഇപ്പം നമ്മുടെ നോർമൽ സ്കെയിൽ ആണെങ്കിൽ 1 mm ആണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട്, ശരിയല്ലേ. അപ്പോൾ അതേപോലെ നമ്മൾ എന്താണ് ഈ ടോട്ടൽ സ്റ്റേഷൻ്റെ ലീസ്റ്റ് കൗണ്ട്, അതിൽ നമുക്ക് പല മെഷർമെന്റ്സ് എടുക്കാം. ഇപ്പം ആംഗിൾ ആണെങ്കിൽ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് 1 സെക്കൻഡ് ആണ്. ഡിസ്റ്റൻസ് ആണെങ്കിൽ 1 mm വരെ ആക്യുറേറ്റ് ആയിട്ട് റീഡിംഗ് എടുക്കും. സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ്, ഓക്കെ, സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ എന്താണ് 3 mm വരെ ആക്യുറേറ്റ് ആയിട്ട് റീഡിംഗ് എടുക്കും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ടോട്ടൽ സ്റ്റേഷൻ്റെ ലീസ്റ്റ് കൗണ്ട്. ഈ 3 മെയിൻ ആയിട്ടുള്ള ലീസ്റ്റ് കൗണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിനെക്കുറിച്ചൊക്കെ അഡ്വാൻസ് സർവേയിങ് എന്നുള്ള ടോപ്പിക്കാണ്. നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത് GPS ടോട്ടൽ സ്റ്റേഷനുമാണ്. ഓക്കെ, GPS-ൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് വളരെ വിരളമായിട്ടേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ടോട്ടൽ സ്റ്റേഷൻ ഈ അടുത്ത് കഴിഞ്ഞ 3-4 പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ സ്റ്റേഷന് ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനുശേഷം GPS ഒന്ന് വായിച്ചു കൊടുക്കുക, ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകുക, വേണമെങ്കിൽ നമുക്കിനി ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.